ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചമ്പേ ഫാള്, അതായത് ക്രംചുംബെ പോണ റൂട്ടിലാട്ടാ. ശരിക്കും നമ്മൾ ലബൂൺ ഫാള് പോകാൻ വേണ്ടി വെച്ചാൽ ഇവിടെ നിന്ന് 17 കിലോമീറ്റർ. പക്ഷേ അത് നമ്മൾ ക്രംചുംബെ പോയിട്ട് തിരിച്ച് വന്ന വഴിക്ക് ലബൂൺ ഫാള് കയറാനാണ് പ്ലാൻ ഇട്ടേക്കണത്. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്ത് ഇവിടെ ഉണ്ടാകും. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് ആരുടെ ഫോണിലോ ഇതിലോ ചാർജ് ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ വീഡിയോ ഒക്കെ മിസ്സായി. നമുക്ക് എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി പോയിരുന്നില്ല. അപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒരു വീട്ടിൽ ഇവിടെ ഉണ്ട് ടെൻ്റ് അടിച്ചില്ല. ഇവിടെ സ്ലീപ്പിംഗ് ബാഗും മാറ്റൊക്കെ വിരിച്ച് കിടന്നിട്ടാ. പിന്നെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അവരെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. എന്നിട്ട് നമുക്ക് അടുത്തയിലേക്ക് കടക്കാട്ടാ. നമ്മളിപ്പോൾ ഉള്ളത് സ്നോ പടാങ്കിലാണ് കേട്ടോ. അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോണെയാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ബാഗ് സെറ്റാക്കി. അപ്പോൾ ഇവരുടെ ബാഗ് എല്ലാം ഇവിടെ വെച്ചിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഹായ് ഭയ്യ. നമ്മുടെ സൈക്കിൾ കാര്യങ്ങളെല്ലാം സെറ്റാക്കി കേട്ടാ. ഇനിയിപ്പോൾ നമ്മളിവിടെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോകണേട്ടാ. നമുക്കൊന്ന് പോയിട്ട് വന്നാലോ, കണ്ടാലോ? ലെറ്റ്സ് ഗോ. ഞങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതൊന്നും എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണേ കേട്ടാ. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളും ഇതേപോലെ മറ്റേ മുളയടി ഇത് വെച്ചുണ്ടാക്കിയ കൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കാരണം ഇവർ വേസ്റ്റ് എല്ലാ ദിവസവും ഇവിടെ നിന്ന് പിറക്കും. വന്ന ടൂറിസ്റ്റുകളെല്ലാം ഇവിടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരിക്കും പോകണം. പക്ഷേ ഇവരത് പിറക്കി സെറ്റാക്കും കേട്ടോ. ഞങ്ങളങ്ങനെ ജസ്റ്റ് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഇറങ്ങണുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരാളവിടെ ബാഗ് എടുത്തിട്ടാണ് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഒരാളെ ബാഗ് എടുത്താൽ കേട്ടോ. കാരണം കുറച്ച് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. നമ്മൾ വന്നേക്ക് മാഗി ഉണ്ടാക്കിയേട്ടാ. ഇവിടെ ഉണ്ട്. कैसे हो भैया? अच्छा ठीक है. നമ്മളങ്ങനെ സൈക്കിള് ഇവിടെ വെച്ചിട്ട് പോണേണ്ട. അപ്പോൾ ഇവിടെ ഒരു ഭയ്യാനെ കണ്ടിട്ട് പുള്ളീനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു കടയുടെ പുറത്ത് സൈക്കിൾ വെച്ച് ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഹിച്ചേക്ക് ചെയ്ത് പോകാനായിട്ട് പ്ലാൻ. ഹായ്. അപ്പോൾ ഹായ് വീഡിയോ യൂട്യൂബ്. അപ്പോൾ നമ്മളെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെക്കാം. അപ്പോൾ സാധനങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ പോണത്. എന്നാൽ ലോക്ക് ചെയ്ത് വെക്കാറാന്ന് വെച്ച്. ഹായ് 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 ഹായ്. അങ്ങനെ ഞങ്ങൾ പോണല്ലേ. നമ്മൾ ഇനിയിപ്പോൾ ഹിച്ചേക്ക് ചെയ്തേ. ഇവിടെ ഹിച്ചേക്ക് ചെയ്ത സീറ്റില്ല കേട്ടോ വണ്ടിക്ക്. ഹായ് ഭയ്യ. आपका नाम क्या है? डायमंड. ओ अच्छा नाम है. भैया थैंक यू. ओके. ഞാൻ നമ്മുടെ സാധനങ്ങൾ ഇവിടെ വെച്ചേക്കണ. ചില ഉഷാറല്ലേ ഇങ്ങനെ തണുപ്പൊക്കെ നല്ല തണുപ്പുണ്ട് കേട്ടാ. ഞങ്ങൾ ഇവിടെ നല്ല തണുപ്പുണ്ട് രാവിലെ എണീച്ചപ്പേ. പിന്നെ അതുപോലെ തന്നെ രാത്രി നല്ല തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു വീട്ടിലാണ് കേട്ടോ നമ്മൾ സ്റ്റേ ചെയ്ത. ഓരോരുത്തർ ഫ്രഷ് ആയിട്ട് പോണേ. ഹായ് ഗുഡ് മോർണിംഗ്. യുവർ നെയിം? ബിമൽ. അപ്പോൾ ഭയ്യയുടെ അടുത്താണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ ആളുടെ വീട്ടിലായിട്ട് നമ്മൾ ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്ത. How many distance in here to Chambay Fall? You have to go first up to Chambay Fall will be for you. I don't know. 40 kilometer, right? 30 kilometer. Oh, your name? My name is John. ഓക്കെ. പിന്നെ നമ്മളിവരെ പരിചയപ്പെട്ടേട്ടാ. അപ്പോൾ ഇവൻ്റെ അടുത്താണ് നമ്മൾ താമസിച്ചത്. അപ്പോൾ എല്ലാവരും എണീച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ക്രംചുംബെ പോകണേട്ടാ. അപ്പോൾ എന്തായാലും യൂട്യൂബ് യു ക്യാൻ ടോക്ക് എനി മലയാളം വേർഡ്സ്? എൻ്റെ മോനെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. Okay, see you. Anyway, again meet again. അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങണേണ്ട ആളുടെ വീട്ടിൽ നിന്ന്. ഓക്കെ ഭയ്യ, താങ്ക് യു. ഞങ്ങൾ വരാണ്ട്. കാരണം നമ്മളെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടാണ് പോകണം. ഇപ്പോൾ നമ്മൾ ഈ റൂട്ട് വേണം പോകാൻ. എൻ്റെ ഈ സാധനം ബാക്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ്ട് വെച്ചേക്കണം. കാരണം കെട്ടിയാൽ വെച്ചേക്കണം. അല്ലെങ്കിൽ ഇതിൽ കൊണ്ട് സഞ്ചരിക്കാൻ പറ്റില്ല. നല്ലത് ചെറിയൊരു വേണ്ട. ഞങ്ങൾ ഇന്നലെ വന്നത് ഇവിടെ കൂടിയാണ്. അത്യാവശ്യം വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. താഴെ തന്നെ പോകണം. എനിക്കൊന്നൊരു ഇടിക്കുമെന്ന് തോന്നട്ടെ. ഓ നോക്കി
ഇങ്ങനെ വേണ്ട ചെറിയൊരു വഴിയാണ് നമ്മൾ പോകുമ്പോൾ സൂക്ഷിച്ച് വേണം പോകാനേട്ടാ. ഞങ്ങൾ ഇന്നലെ ഈ റൂട്ടാണ് വന്നത്. ആദ്യം ഞങ്ങൾ പുള്ളീനെ വഴിയിൽ വെച്ചാണ്ട് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, അവിടെ വെച്ചാണ് പുള്ളീനെ കണ്ടേട്ടാ. അപ്പം അങ്ങനെ ലിഫ്റ്റ് അടിച്ചാണ് സംസാരിച്ച് പുള്ളിയുടെ കടയിലൊക്കെ വന്ന് അത് ഇനി അവിടെ ഒരു ടെൻ്റ് അടിക്കാൻ നോക്കി, പക്ഷേ മഴക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുള്ളിയുടെ വീട്ടിൽ വന്നത് കേട്ടാ. ഇത് ഇവിടുത്തെ ചർച്ചാണ്ടാ. പിന്നെ അതുപോലെ തന്നെ ആണ് തിരിയാറ്റ് എന്നാണ് ഈ വില്ലേജിൻ്റെ പേര്. വില്ലേജ് അല്ല, ഒരു ചെറിയൊരു ടൗണാണ്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കറങ്ങിയൊക്കെയാണ് ഇറങ്ങണ. നല്ല തണുപ്പുണ്ട്, വെയിലുണ്ട്, നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം നല്ല തണുത്ത കാറ്റടിക്കാൻ കേട്ടാ. ഇതൊക്കെ ഒന്ന് ഉയർന്ന പ്രദേശമുണ്ട്, രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ്. നമ്മളിത് പൊതിച്ചു മൂടിയാ കിടന്ന് തുടങ്ങിയത്. അപ്പം ഞങ്ങളിപ്പോൾ 3 പേരും കൂടെ, ഞങ്ങൾ 3 അല്ല, ഇപ്പോൾ ഞങ്ങൾ 4 പേരായി. അപ്പോൾ ഇവർ നമ്മുടെ ഇപ്പോൾ മഞ്ഞുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ 2 ടെൻ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ അവർക്ക് നമ്മുടെ ടെൻറ്റ് ക്യാമ്പ് ചെയ്യാമല്ല. എൻ്റെ ആണെങ്കിൽ 3 പേരുടെ ടെൻറ്റും ഇവരുടെ ആണെങ്കിൽ 2 പേരുടെ ടെൻറ്റും. അപ്പോൾ ഞങ്ങൾ മിക്കവാറും ടോട്ടൽ ചിലപ്പോൾ 5 പേരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും കൂടെ ഉദ്ദേശിച്ചാണ് നമ്മൾ ടെൻ്റ് എടുത്തത് കേട്ടോ. കാരണം ബാക്കി സാധനങ്ങളൊക്കെ നമ്മുടെ ബയ്യയുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. നമ്മളിപ്പോൾ പുള്ളിയുടെ വീട്ടിൽ വന്നേട്ടാ. അപ്പോൾ ഹായ് ദീദി, ഹായ്. യുവർ നെയിം? ബാർബറ. ഓ അല്ല, ഇസ് യുവർ സൺ? ജോൺ മിക്കി. അപ്പോൾ ആളുടെ അമ്മയുണ്ടാ. അപ്പോൾ ഇവിടെ പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടാ. ഞങ്ങൾ ഇവരുടെ വീട്ടിലേക്ക് നമ്മൾ വിളിച്ചേക്കണം. അപ്പം ഞങ്ങളിങ്ങനെ വന്ന് സംസാരിച്ചപ്പോൾ പുള്ളിയുടെ ബാഗ് എടുക്കാതെ എന്നൊക്കെ എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാൻ. Walking on foot, no? From Chimpe. You went there. Yeah, 1 week I feel pain of my leg. Oh, 1 week. Oh, you here to Kramchimbe? You will walk. In this age, what? How much years before you went there? 2020, I think. 20. Oh, two times. Oh, 2012 2020 ആണെന്ന് തോന്നുന്നു. Now, right now, 64. Oh, what you are young, so young. കാരണം ഇവർക്കൊക്കെ ഭയങ്കര ആരോഗ്യമൊക്കെ. കാരണം ഇവരെപ്പോഴും ഇതേപോലെയുള്ള മലയേരിയകളിൽ നടന്നും യാത്ര ചെയ്ത് ഒരുപാട് സ്ഥാനങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർ 2 തവണ ക്രംചിമ്പ് ഏകദേശം ഇവിടുന്ന് 40-something കിലോമീറ്റർ ഉണ്ട്, അവിടെ വരെ ഇവർ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. കേട്ടപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഞങ്ങളപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് നേരം ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് പയ്യെ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇന്ന് ക്രംചിമ്പെ പോയി കറങ്ങി തിരിച്ചു വരണം, അല്ലെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുള്ള. അപ്പോൾ എന്തായാലും സിറ്റുവേഷൻ നോക്കണം. ഓക്കെ, യു ആർ സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ്? Teachers only, no. From 82, I joined in the school. Then you are teacher? Yeah, then this 24th November, retired. Oh, retired. Oh, all teacher ആണ്. Your teacher. Oh, which subject? This English, science, plus. ആക്ച്വലി ആളൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. ആള് റിട്ടയർഡ് ആയതാണ്. അപ്പോൾ അതിൻ്റെ മെഡല് കാര്യങ്ങൾ കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ. ബാർബറ ബോയ് ആളുടെ പേരാണ്. ആൾക്ക് സെലിബ്രേറ്റ് 50 വർഷത്തെ എന്താണ് എക്സലൻസ്, അതന്നെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയതാണ്. പിന്നെ അതിൻ്റെ ഇത് കൊടുക്കണം. ദിസ് ഈസ് ദ കൾച്ചറൽ. ദിസ് ഈസ് That one, the son only got this, what to say, that competition. ഓ, ഉണ്ടല്ലേ ഒരു ഇങ്ങനെ അമ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. കാണാൻ അടിപൊളിയാണ്. ഇവിടെ ഇവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. ആക്ച്വലി ദ മേഘാലയ നോർത്ത് ഈസ്റ്റ് പീപ്പിൾ ആർ സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ്, ഫ്ലുവൻറ്റ്. യാ, കാരണം Once I went to Thoothukudi, no? Thoothukudi, yes. Kerala. You came here. Not Kerala, Thoothukudi, this near Kanyakumari. It's തമിഴ്നാട്. തൂത്തുക്കുടി, യെസ് യെസ്, തൂത്തുക്കുടി, തമിഴ്നാട്. ഓ, അങ്ങനെ നമുക്ക് ചായ വന്നല്ലേ, നല്ല കട്ടൻ ചായ. ഇങ്ങനെ ദീദി നമുക്ക് എന്താ പഴം കൂടെ ആയി. ഓ, ദിസ് ഈസ് ആക്ച്വലി This one. yeah, this is but this is available in here. Yeah, actually ഇത് ഏത്തപ്പഴമല്ലേ? അടിപൊളി സാധനം. So, are you Christian or not? Yeah, we are Muslims. We are Muslims. Yeah.
Okay, pray. ഓക്കെ ഓക്കെ എനിക്ക് തോന്നുന്ന ആളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കഴിക്കാൻ. ഓക്കെ താങ്ക് യു. Because ഞങ്ങളിപ്പോൾ അവിടുന്ന് യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയേട്ടാ, ചായ കുടിച്ച് പഴമൊക്കെ കഴിച്ച് അപ്പവും കഴിച്ചേട്ടാ. അപ്പോൾ ഞങ്ങളിപ്പോൾ പയ്യെ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യണേണ്. ഓക്കെ ഒരു പട്ടിക്കുട്ടി നമ്മുടെ മനുണ്ട്, എനിക്ക് ഭയങ്കര സ്നേഹമാണ്. കാരണം അവര് ഭയങ്കര സ്നേഹമായിരുന്നല്ലോ കൂടെ സംസാരിക്കുക. പിന്നെ കാരണം അവർക്ക് പിന്നെ ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളൊരു അവർക്ക് ഒരുപാട് സ്റ്റോറികൾ പറയാനായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇംഗ്ലീഷ് നല്ല രീതിക്ക് അറിയാട്ടാ. കാരണം ഇവർക്ക് ലിബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് ഇവരുടെ ഇത് എഴുതണത്. അപ്പോൾ അതാണ് നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും പട്ടിക്കുട്ടൻ. ഭയങ്കര സ്നേഹമുണ്ട്. നമ്മൾ ഭയങ്കര തലോടിയപ്പോൾ അവൻ നമ്മുടെ പുറകെ വന്നിട്ടില്ലേ. ഞങ്ങളെ ഇപ്പൊ ലിഫ്റ്റ് കിട്ടി, വണ്ടിക്ക് ലിഫ്റ്റ് കിട്ടി. ഞങ്ങളുടെ കൂടെയുള്ള പട്ടി ഇങ്ങനെ ഓടി വന്നിട്ടുണ്ടല്ലോ പാവം. അതിനെ കയറ്റണമെന്നുണ്ട്, പക്ഷേ നോക്കി സത്യം പറയാൻ ആ പട്ടി ജസ്റ്റ് ഞങ്ങളൊന്ന് തലോടിയുള്ളൂ കേട്ടോ. പക്ഷെ ആ പട്ടി ഞങ്ങളുടെ കൂടെ പുറകെ വന്ന് കാരണം വല്ലാത്തൊരു ഫീലിംഗ് ആയ പോലെ നമുക്ക് അതിനെ കൊണ്ടുപോകണമെന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ പട്ടിയും കൂടെയാണ് നമ്മൾ എങ്ങനെ അതിനെ കൊണ്ടുപോകാനാ. പുള്ളി ചിലപ്പോൾ അതിനോടൊരു ഇതില്ലെങ്കിലാ. പക്ഷേ അതിന് വണ്ടി ഇടിക്കാൻ പോയി. അല്ലാതെ വിഷമിപ്പോട്ടാ. എൻ്റെ സ്നേഹം കണ്ടില്ല, നമ്മളൊന്നും തലോടിയതാണ് അതിനാ. ഇവരൊന്നും കൊടുത്തില്ല, ഫുഡ് കൊടുക്കാനായിട്ടൊന്നുമില്ല. പക്ഷെ ആ വീട്ടിലെ പട്ടിയാട്ടാ. ഞങ്ങൾ ജസ്റ്റ് തലോടി ഞങ്ങളുടെ പുറകെ വന്ന്. ശരി, നമ്മളിവിടെ ഭയങ്കര ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുന്ന കേട്ടാ. അപ്പോൾ അതെ ഇവിടെ നല്ല ബ്ലോക്കിൽ പെട്ടിരിക്കണല്ലേ നമ്മള്. കാരണം പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ട്രക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടാ. അപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിൻ്റെ പേര് ഇവിടെ ഇവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് ഹായ് യെസ് യെസ് ഹായ് ഹേ ഹായ് കരോ. नाम क्या है आपका? नाम बोलो इसमें. नाम बोलो, नाम बोलो. जानी भवन. जादी भवन. जानी भवन. जानी भवन. ഹായ് ഇഷ്ടമാതിരി ഇതുണ്ട്. ഹായ് गुवाहाटी से. गुवाहाटी. गुवाहाटी से आ रहा है. अच्छा ये सभी गाड़ी गुवाहाटी से आएगा जाएगा. जैसे ऐसा गाड़ी मिलेगा गुवाहाटी जाएगा. ഗുവാഹട്ടി സീതാ. ഓ വണ്ടി എടുത്ത് बहुत बढ़िया बहुत बढ़िया. കാരണം ഇവിടുന്ന് വണ്ടികളെല്ലാം ഗുവാഹട്ടിയിലേക്കാട്ടോ പോകണം. ഭയങ്കര പൊടി കാര്യങ്ങളാണ്. വണ്ടികൾ പോകണോട്ടില്ലേ. ഞങ്ങളിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടി. ഇവിടുന്ന് ഒരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട്. ഈ റൂട്ടിലൊക്കെ ഒരുപാട് സിമെൻറ്റ് ഫാക്ടറികൾ ഉണ്ട് കേട്ടോ. ഭയങ്കര പൊടിയും കാര്യങ്ങളാണ്. ഞങ്ങളിപ്പോൾ അടുത്ത ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് സിമെൻറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ ഇവിടം വരെ വണ്ടി കാര്യങ്ങളൊക്കെ ഉള്ളൂ. മാക്സിമം ലിഫ്റ്റ് അടിച്ച് പോകാനുള്ള പ്ലാനിലേക്കിന് ഇപ്പോൾ എല്ലാ വണ്ടികളും ഇവിടം വരെ ഉള്ളൂ കേട്ടോ. ചാർ സിമെൻറ്റ് വണ്ടി നിർത്തിയിട്ടുണ്ട്, പോയി ചോദിച്ചു നോക്കാം. നിർത്തിയതാണ് അമ്മാര്. ഞാൻ 4 പേരുണ്ട് കേട്ടാ. കാരണം ഇവിടെ അടുത്ത സിമെൻറ്റ് ഫാക്ടറികളുണ്ട്. അങ്ങാടേക്കാണ് ഈ വണ്ടികളൊക്കെ പോകണം. അപ്പോൾ നമുക്ക് സ്റ്റാർ സിമെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതായത് സിമെൻറ്റ് ഫാക്ടറിയാണ്, ഇവിടുത്തെ ഒരു വലിയ സിമെൻറ്റ് ഫാക്ടറിയാണ്. അപ്പോൾ അവിടം വരെ ഇപ്പോൾ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പയ്യെ പോകാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം നോക്കണേ. ഓക്കെ ഞാനൊരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയടാ. ഹായ് ഭയ്യ, आपका नाम? उमेश कुमार. यूपी का है आप? अच्छा, कौन सा जगह है? यूपी मैनपुरी. मैनपुरी. अच्छा, हम गए था यूपी. अच्छा, यूपी वगैरह पूरा घूम किया था. कब गए थे आप? मैं तो 2 महीना. अच्छा ठीक है. आप किधर जाएंगे इधर से? हम अगरतला जा रहा हूँ. अगरतला, त्रिपुरा. अच्छा, त्रिपुरा. त्रिपुरा त्रिपुरा ये रास्ता है त्रिपुरा. त्रिपुरा जाएगा अभी. अच्छा, अगरतला तक. सेम रास्ता है. बहुत बढ़िया. I've been there. इसमें क्या है? Yes, very good city. वेरी गुड. Yeah, smart cities now. त्रिपुरा. Yeah. Agartala, smart cities. കാറാണല്ലോ സ്ഥലം ബാക്കിൽ. കാറല്ല. അപ്പൊ ये कौन सा कंपनी का है? ये मारुति कंपनी. മാരുതി का. ഓ മാരുതിയുടെ ഇത് കാറ് കൊണ്ടുപോകണേട്ടാ അകത്തിലേക്ക്, അതായത് ത്രിപുരയിലേക്ക് കൊണ്ടുപോകണേണ്. അപ്പൊ ആ ഒരു വണ്ടിക്കാണ് നമുക്ക് ലിഫ്റ്റ് കിട്ടിയത്. കാര്യം ഭയങ്കര സന്തോഷം. ഹാപ്പി, बहुत हैप्पी एंड बहुत थैंक यू भैया. बहुत अच्छा आदमी है. हाँ बहुत अच्छा आदमी है. കാരണം ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് ഏകദേശം ഒരു 18 കിലോമീറ്ററാണ് നമുക്ക് സഞ്ചരിക്കാൻ. പുള്ളി എനിക്ക് തോന്നുന്നത് നമ്മളൊരു 8 കിലോമീറ്റർ അല്ലേ, 1 കിലോമീറ്റർ വരെ അവിടെ പുള്ളിയിലേക്ക് അങ്ങോട്ട് പോകാനുള്ള അവിടെ ചോദിച്ചോക്കെ ഉണ്ടെന്ന്. അതെ, എന്തായാലും ഇവിടെ ഒരു സിമെന്റ് ഫാക്ടറി ഉണ്ട്. അവിടം
JCB ആണ് നമ്മുടെ സാധനങ്ങൾ ഫ്രണ്ട് വെച്ച്. ഹായ് ഭയ്യ, आपका नाम क्या है? जितेंद्र मुंडा। आप फ्रॉम त्रिपुरा? त्रिपुरा से। नहीं, मैं आदिवासी हूँ। आदिवासी हो? अच्छा अच्छा, वो त्रिपुरा कौन जगह? त्रिपुरा तेलेमुरा कोई। अगरतला का अगरतला भी नहीं। अच्छा अच्छा, कोई कोलनपुर से। ओ कोई कोलनपुर। നമ്മള് പയ്യൻ വണ്ടിക്കായിട്ട് എല്ലാവർക്കും ഞാനുണ്ട്, ഷെഫീഖുണ്ട്, സ്ഥലവും അല്ല ഫ്രണ്ടിൽ കുറച്ച് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഇവിടെ പയ്യനായിട്ട് तेलेमुरा बैठा गया है तेलेमुरा को। ഒരുപാട് ഇഷ്ടമാതിരി മറ്റേ നമ്മുടെ ജിപ്സി പോകുന്നുണ്ട് ഒരുപാട്. ഭയങ്കര വെയിലുണ്ട്. ഞാൻ ജാക്കറ്റൊക്കെ ഇട്ടാണ്ടിരിക്കാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് തണുത്ത കാറ്റടിക്കുന്നുണ്ട്. നമ്മുടെ യാത്ര. നമ്മളെ ലുംഷിനോങ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയാട്ടോ. അപ്പം ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ കാണിക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് റൂട്ട് നമുക്ക് പോകാനുള്ള. അപ്പം എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേട്ടാ. നമ്മളപ്പോൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഓക്കെ, സി യു. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിക്കാൻ നിന്നില്ല. സത്യം ആദ്യം പുള്ളീനെ എന്താ പറയുക, പുള്ളി ചെറിയൊരു ഡൈപ്പ് പോലെയൊക്കെ നമുക്ക് ആദ്യം തോന്നുന്നത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു, കാരണം പുള്ളി നമ്മളോട് കുറേ പൈസയൊക്കെ ചോദിച്ചായിരുന്നല്ലേ. അപ്പോൾ അത് നമ്മൾ വിചാരിച്ച് പുള്ളി കുറച്ച് ഇതായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. എന്തായാലും നമ്മളിപ്പം വന്ന് എന്തായാലും ഇനിയിപ്പോൾ പുള്ളി തിരിച്ച് പോകണേ. പുള്ളിക്ക് എന്തോ വീട്ടിലേക്ക് പോകണേ, പുള്ളിക്ക് നാളെ എന്തോ വർക്കുണ്ട്. ആ പുള്ളി തിരിക്കണമെന്ന് പറയാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങണേട്ടാ. ചെമ്പേ ഫാളിലേക്ക് പോകണതാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറാണ് നടക്കാൻ. അപ്പോൾ അവിടെ ഒരു വില്ലേജ് എത്തും. അപ്പോൾ അവിടുന്ന് വില്ലേജിൽ നമ്മൾ ഹോൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണേട്ടാ. നമ്മൾ ക്രംചുംബെ പോണ റൂട്ടാണുള്ളത്. അപ്പോൾ അതേ ഇവിടെ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണേൻ്റെ, അതായത് മൈനിങ് നടക്കണ ഒരു ഏരിയ ആണെന്ന് തോന്നട്ടെ. ഇത് ഭയങ്കര പൊടിയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇവിടെ ഇഷ്ടമാതിരി പൊടി നല്ല രീതിയിൽ വന്നിട്ട് കേട്ടോ. റോഡ് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. റോഡ് ഭയങ്കര ഓഫ് റോഡാണ്. നല്ല കാറ്റുണ്ട് കേട്ടോ. അതിന് പിന്നെ സിമെൻറ്റിൻ്റെ പൊടിയാണെന്ന് തോന്നുന്നു ഈ അടിച്ചിട്ടിരിക്കണം. പിന്നെ വണ്ടികൾ വന്നത്, ട്രക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ട്രക്ക് നമ്മളെ തെന്നി പോകണം, നല്ല രീതിയിൽ പൂണ്ട് പോകണം. ഇത് സിമെൻ്റ് അല്ല കേട്ടോ, ഇത് മിറ്റിലാക്കണേ. അതായത് നമ്മളെ പാറ കാര്യങ്ങളൊക്കെ പൊടിച്ച് മിറ്റൽ പോലെ ആക്കണ ഒരു സ്ഥലമുണ്ട്. ഇത് ഇഷ്ടംമാതിരി വണ്ടികൾ ഈ പോണതൊക്കെ വണ്ടിയിൽ മറ്റേ പാറക്കല്ലുകളാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടംമാതിരി പൊടിച്ച് മിറ്റലുകളാക്കും. അതാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര പൊടിയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ഒരുപാട് വന്നുണ്ട് കേട്ടോ. ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 4 കിലോമീറ്റർ കൂടെ നമുക്ക് പോകാനുണ്ട് കേട്ടോ. ഇവിടെ ഒരു വില്ലേജ് ഉണ്ട്, അവിടെ നിന്നാണ് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യണതെന്ന് തോന്നണേ. നമ്മളങ്ങനെ ഇപ്പോൾ വില്ലേജ് എത്തിയേട്ടാ. അപ്പോൾ ഇവിടെ 2 ഗൈഡ് കണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരിക്കുകയാണ്. ഹായ്, आपका नाम? What's your name? Sweat. Hi. Yeah, your name? Just Jos. Here, how many distance here to? it's around 55 minutes to 1 hour. 1 hour. Into the camping Okay. Here village name? Brishna. Brishnar. Yes. Okay. The tribe name? Panar. Panar is the language name. The Jaintia language name. In tribe name same. Okay. Khasi tribe, they speak in Khasi. Khasi, yeah. The Jaintia people are talking in Panar. Okay. Okay. Anyway, thank you. And Welcome. Okay, see you. നമ്മുടെ ലഗേജ് കാര്യങ്ങൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവരുടെ വണ്ടിക്കാണ്ട് ഇവിടം വരെ വന്നത്. ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ അവിടെ പോയിട്ട് ടെൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു കുറച്ചങ്ങാട് പോയി കഴിഞ്ഞാൽ ഒരു വാട്ടർഫാളുണ്ട്. അപ്പോൾ അതായത് ചെമ്പേ ഫാളാണെന്ന് തോന്നുന്നത്. ചെമ്പേ ഫാൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാമെന്ന് അവർ പറഞ്ഞത്. പൈസയും കാര്യങ്ങളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ടെൻ്റ് അടിക്കാം. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം, അതായത് നാളെ രാവിലെ നമ്മൾ അവിടെ കേവ് കണ്ടിട്ട് തിരിച്ച് റിട്ടേൺ തിരിക്കാനായിട്ട് പ്ലാൻ ഇട്ടേക്കണം. അപ്പം നമ്മൾ ഈ ട്രെക്ക് ചെയ്യുമ്പോൾ ഷൂ ഇടണമെന്ന് പറയാനുണ്ടല്ലോ. ഇതാണ് തെന്നിപ്പോണ്. ഇമാര് 2 പേര് ഷൂ ഇട്ടുണ്ട്. ഞാൻ ചെരുപ്പ് നേടില്ലേ ഡെക്കാത്തിലുകൊണ്ട് നല്ല കിഡിലെ ട്രെക്കിങ് ഷൂ ആയിട്ടേക്കണം. ഞാനിവിടെ ഈ ചെരുപ്പ്, കാരണം നമ്മുടെ ഷൂ ചീത്തയായി പോയി, അതായത് കീറിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഷൂ കെയറായിപ്പോയി. അപ്പോൾ ഭയങ്കര ഇതിൽ തന്നെയാണ് കേട്ടോ. പക്ഷെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാതിരിക്കാനും പറ്റൂല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ വടി കിട്ടിയിട്ടോ. ഒരു വടി കിട്ടിയാണ്. ടെൻ്റൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാ പോണത്. അപ്പോൾ ഇന്ന് നമ്മൾ ടെൻ്റ് അടിക്കാനായിട്ടാണ് പ്ലാൻ ഇട്ടേക്കണം. നമ്മളങ്ങനെ ട്രെക്ക് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി വന്നേട്ടാ. അപ്പോൾ അത് ഇവിടെ ഒരു ചെറിയൊരു റിവറുണ്ട്.
ഈ റൂട്ടാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇവിടെയൊക്കെ വണ്ടികൾ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം വണ്ടിക്കൊക്കെ 2500 മുതൽ എന്തോ സ്റ്റാർട്ടിങ് ആണ് കേട്ടോ വണ്ടിക്ക് കൊണ്ടുപോകാനൊക്കെ. അപ്പോൾ അങ്ങനെ ചാർജ് എന്തോ ഉണ്ട് കേട്ടോ. പിന്നെ അല്ലാണ്ട് പിക്കപ്പൊക്കെ ഉണ്ട്, അതിന് എത്രയെന്ന് അറിയില്ല. അപ്പോൾ എന്താണ് പരിപാടി നമ്മുടെ അവിടെ ടെൻ്റ് അടിക്കാം അല്ലേ? അവിടെ എല്ലാം ഭയങ്കര ഇതാണല്ലേ. ഹലോ, ഇവിടെ ചെറിയ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിവിടെ എവിടെയെങ്കിലുമൊക്കെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണേണ്. ഇപ്പം ഏകദേശം 4:30 ആയിട്ടുള്ളൂ. ഒന്നര ഇവിടെ ടെൻ്റ് അടിക്കാം, അല്ലെങ്കിൽ അവിടെ വാട്ടർഫാൾ ഉണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ. ഞങ്ങളിങ്ങനെ ഇത് കൊള്ളാലോ. എനിക്ക് തോന്നുന്നു അവിടെ എന്ത് ക്യാമ്പ് സൈറ്റാന്ന് തോന്നുന്നു. അറ്റത്ത് തന്നല്ലേ അമ്പടാ കൊള്ളാലോ. ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട് കേട്ടോ മേളിൽ. എന്നാലും നമുക്കേ അവിടെ ടെൻ്റ് അടിക്കാം കേട്ടോ. അടിപൊളി സ്പോട്ടാണ്. ഈ ഫുള്ളിങ്ങനെ കല്ലുകളൊക്കെ വന്നിട്ടേ ഇങ്ങനെ അടിപൊളിയാണ്ടാ. ഇവിടേക്ക് എനിക്കൊന്ന് മഴക്കാലത്തൊക്കെ നല്ല വെള്ളം ഒഴിക്കട്ടെ. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന റൂട്ടൊക്കെ ചിലപ്പോൾ വെള്ളം ഒഴിക്കും ഫുള്ള്. അപ്പോൾ എന്തായാലും നോക്കി അങ്ങോട്ടേക്ക് പോവാം. അവിടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കട്ടെ. അവിടെ ആരോ ടെൻ്റ് അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. ക്രിംചുംബി എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര്. അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മുടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരെ പരിചയപ്പെടുന്നത്. ഹായ്, आपका नाम क्या है भैया? My name is Ezra. Ezra. Yeah. Oh, I'm from Shillong. You're from Shillong? Yeah, actually, this is our hometown. Hometown. Our Okay. native place. So I stay in Shillong. Yeah, actually I'm staying 2 days in Shillong, the Late Mukra. Yeah. I'm staying in Demtring. Damtring. Oh. Actually, today, you know, we have program. Yeah. Actually I'm seeing a lot of some people. Yeah. We came from different places. Oh yeah. Conference. Youth conference here in Khandur. Okay. Yeah. So, actually your name? Prati. Pradeep. Yeah. Oh, nice to meet you, bro. Hi, your name? Hi, bro. John. John. Yeah, bro. My name is Shafi. അവിടെ ഇവര് പോർക്ക് പോർക്ക് പൂരാ. Like we'll make it like smoke. Smoke. Okay. Smoke and you eat like this. Okay. After we'll cook a little bit. You just smoke and not add masala. We'll add some masala when frying it, or else we'll boil with that Mustard leaf. mustard leaf. ये दूसरा क्या है उधर पीछे भैया? पीछे क्या है? There is makai. मकाई. ओ कौन का? Corn. या कौन का? अच्छा ഈ പോർക്കാണ്ട് ഇവരിങ്ങനെ ജസ്റ്റ് ഹായ്. दुकान आपका? Yeah. हाउस ओनर. ओ हाउस പ്ലസ് ദുക്കാൻ. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വന്നോക്കി ജസ്റ്റ് ഗ്രാമങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിരുന്നു. നമ്മളവിടെ ടെൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടാ. അപ്പോൾ ഇവിടെ മലയാളം പഠിപ്പിക്കണേ. നിന്റെ പേരെന്താ? ആ പോലെ John. എന്റെ പേര് ജോൺ. എന്തായാലും ഇവരെ കണ്ടതിന് സന്തോഷമായിട്ട്. അപ്പൊ ഇവര് നമുക്ക് ചായയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. എന്തായാലും നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാട്ടാ. നമ്മളിവരെ ഭക്ഷണം കഴിക്കാണ്ട് ഇൻവൈറ്റ് ചെയ്തേണ്ട. ഹായ് ഭയ്യ. ഇന്നോ അതിന്റെ ഹാൻഡ് ചിക്കൻ കറി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സലാഹുദ്ദീൻ എങ്ങനെയുണ്ട് ഇവിടുത്തെ ആൾക്കാർ? കുറച്ച് ദിവസം കൂടെ എന്നാലേ ഇവിടെ അന്നൂറ് ക്യാൻസൽ ഞങ്ങൾ രണ്ടുപേരും കൊടുത്താളെ. എന്താണ് സലാഹുദ്ദീൻ? താങ്ക് യു ഭയ്യ. അപ്പൊ നമുക്ക് ഫുഡ് എടുക്കണേട്ടാ പാവങ്ങള്. You were saying that we can cancel Nepal and we can. പിന്നെ നമുക്ക് തന്നെ സോറി തന്നെ കേട്ടോ അവര്. ഓക്കെ താങ്ക് യു. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടാ. എന്തായാലും ഫുഡ് കഴിക്കാം.